നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താനൂർ ദേവദാർ മേൽപ്പാലത്തിന് മുകളിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു. വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി മുനീറാണ് മരിച്ചത്. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഇയാളെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനിടെയാണ് പുറത്തെടുത്തത്. KT ജലീൽ MLAക്ക് വാട്സാപ്പിൽ വധഭീഷണി സന്ദേശം. അജ്ഞാത നമ്പറിൽ നിന്നാണ് സന്ദേശം എത്തിയത്. കയർ കെട്ടാതെ അറുത്താൽ വീഴുന്ന പോത്തിനെ പോലെയായിരിക്കും മരണമെന്ന സന്ദേശം. ഭീഷണിക്കെതിരെ അധികൃതർക്ക് പരാതി നൽകി. പൂർണ്ണഗർഭിണിയായ യുവതിയെയും മകനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരൻ. കാടാമ്പുഴ സ്വദേശിനിയായ ഉമ്മു സൽമയും മകൻ ദിൽഷാദും കൊല്ലപ്പെട്ട കേസിൽ പ്രതി ഷെരീഫിനെതിരെ ബുധനാഴ്ച ശിക്ഷ വിധിക്കും. സംസ്ഥാനത്ത് ഇന്ന് 9,735 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആരോഗ്യ ജാഗ്രതാ ഫലം കാണുന്നു. തുടർച്ചയായ 4ാം ദിവസവും ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1000-ന് താഴെ. ചൊവ്വാഴ്ച 686 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. താനൂരിൽ ഇന്ധനം നിറച്ച ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു. ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ടാങ്കറിൽ നിന്നും ഇന്ധനം ചോർന്നു. രാത്രി 8:30 സംഭവം. താനൂർ ബീച്ച് റോഡിൽ നിന്നും പരപ്പനങ്ങാടി റോഡിലേക്ക് തിരിയുന്നതിനിടെയാണ് ടാങ്കർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത്. ടാങ്ക് പൊട്ടി ഇന്ധനം ചോർന്നു. അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തി അപകടം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. സുരക്ഷിതത്വത്തിനായി പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ച് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്യുന്നു. വിശദമായ വാർത്തകളിലേക്ക്. താനൂർ ദേവദാർ മേൽപ്പാലത്തിന് മുകളിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവർ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി മുനീറാണ് മരിച്ചത്. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഇയാളെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനിടെയാണ് പുറത്തെടുത്തത്. വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. താനൂർ ഭാഗത്തു നിന്നും തിരൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ചരക്ക് ലോറിയും എതിരെ വന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി മുനീറാണ് മരണപ്പെട്ടത്. അപകടത്തെ തുടർന്ന് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ വാഹനം പൊളിച്ചാണ് പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിദ്യാർത്ഥികളടക്കം 24 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ താനൂരിലെയും തിരൂരിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. KT ജലീൽ MLA വധിക്കുമെന്ന വാട്സാപ്പിൽ ഭീഷണി സന്ദേശം. കയർ കെട്ടാതെ അറുത്താൽ വീഴുന്ന പോത്തിനെ പോലെയായിരിക്കും മരണമെന്നാണ് ജലീലിന് വാട്സാപ്പിൽ സന്ദേശം എത്തിയത്. ഭീഷണിക്കെതിരെ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി വാട്സപ്പിലാണ് അജ്ഞാത വ്യക്തി ജലീലിന് സന്ദേശം അയച്ചത്. മതത്തെ മറയാക്കി തന്നെ ചിലർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജലീൽ തനിക്ക് വന്ന വാട്സപ്പ് സന്ദേശം സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഭീഷണി സന്ദേശത്തിനെതിരെ അധികൃതർക്ക് പരാതി നൽകുമെന്ന് ജലീൽ അറിയിച്ചു. മതത്തെ മറയാക്കി വായടപ്പിക്കാമെന്ന വ്യാമോഹം ആർക്കും വേണ്ടെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. വാട്സപ്പിലാണ് സന്ദേശം. ജലീലെ, ഒരു കാര്യം ഓർത്തോ, ഇസ്ലാമിനെയും തത്വസംഹിതകളെയും പരസ്യമായി അവഹേളിച്ച തന്റെ മരണം കയർ കെട്ടാതെ അറുത്താൽ വീഴുന്ന പോത്തിനെ പോലെ ആയിരിക്കുമെന്നും ഉന്തിയിട്ടാണ് തന്നെ കൊല്ലുകയെന്നും സന്ദേശത്തിലുണ്ട്. ഇത് 2ാം തവണയാണ് ജലീലിന് നേർക്കെ വാട്സപ്പിൽ ഭീഷണി സന്ദേശം എത്തുന്നത്. അന്ന് വാട്സപ്പിൽ ശബ്ദ സന്ദേശം അയച്ച വ്യക്തിയെ പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു.
ഉത്തർപ്രദേശിലെ കർഷക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രോഷാഗ്നി സംഘടിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം നഗരം ചുറ്റി ജംഗ്ഷനിൽ സമാപിച്ചു. ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉത്തർപ്രദേശിലെ കർഷക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് താനൂരിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം നഗരം ചുറ്റി ജംഗ്ഷനിൽ സമാപിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ വി എ ഖാദർ, ബ്ലോക്ക് പ്രസിഡന്റ് മനു വിശ്വനാഥ്, ട്രഷറർ പി വിനേശൻ, ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം രതീഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ജിത്തു കൃഷ്ണ, എം കെ മുജീബ് റഹ്മാൻ, പി അഭിജിത്ത്, എൻ ആദിൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കിയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടുക്കിയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മലയോര മേഖലയുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. പൂർണ്ണ ഗർഭിണിയായ യുവതിയെയും മകനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. കാടാമ്പുഴ സ്വദേശിനിയായ ഉമ്മു സൽമയും മകൻ ദിൽഷാദും കൊല്ലപ്പെട്ട കേസിലാണ് പ്രതി ഷെരീഫ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. ഷെരീഫിനെതിരായ ശിക്ഷ ബുധനാഴ്ച മഞ്ചേരി കോടതി വിധിക്കും. 2017 കേസിനാസ്പദമായ സംഭവം. കാടാമ്പുഴ തൂവപ്പാറ പള്ളിക്കണ്ടം സ്വദേശിനി ഉമ്മു സൽമ, ഏകമകൻ മുഹമ്മദ് ദിൽഷാദ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. 2017 കേസിനാസ്പദമായ ക്രൂരമായ കൊലപാതകം. പൂർണ്ണ ഗർഭിണിയായിരുന്ന ഉമ്മു സൽമ കൊലപാതകത്തിനിടെ പ്രസവിക്കുകയും ശുശ്രൂഷ കിട്ടാതെ നവജാത ശിശു മരിക്കുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം പഴക്കം ചെന്ന മൃതദേഹങ്ങൾ കിടപ്പുമുറിയിൽ കുഴിവരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഉമ്മു സൽമ എന്ന് പറഞ്ഞ സ്ത്രീയും അവരുടെ 7 വയസ്സായിട്ടുള്ള മകനും വളരെ മൃഗീയമായി കൊല്ലപ്പെട്ടു. 25-ാം തീയതിയാണ് വീടിനകത്ത് ഇവരുടെ ഡെഡ് ബോഡി കണ്ടത്. ഇതിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയാണ് ഈ കുറ്റം ചെയ്തത് എന്ന് പ്രോസിക്യൂഷന് കണ്ടെത്താനായത് സൈബർ സെല്ലിൻ്റെ സഹായം. ഈ പ്രതി ഒരു കാലത്തും ഇയാളുടെ ഫോൺ ഉപയോഗിച്ച് സ്ത്രീയെ വിളിച്ചു. നിരവധി ആളുകളുടെ ഇയാൾ കോൺട്രാക്ടറാണ് പ്രതി. ഈ കോൺട്രാക്ടർ അയാളുടെ പണിക്കാരുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ത്രീയായിട്ട് കോൺടാക്ട് ചെയ്തത്. കൽപ്പണിക്കാരനായ പ്രതി വീട് പണിക്ക് വന്നപ്പോഴാണ് ഭർത്താവുമായി പിരിഞ്ഞിരിക്കുകയായിരുന്ന ഉമ്മു സൽമയുമായി അടുപ്പത്തിലായത്. ഉമ്മു സൽമ ഗർഭിണിയാവുകയും ഷെരീഫിനൊപ്പം താമസിക്കുമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തു. എന്നാൽ ഭാര്യയും മക്കളുമുള്ള ഷെരീഫ് തന്റെ രഹസ്യബന്ധം പുറത്തറിയാതിരിക്കാനാണ് ആസൂത്രിതമായ കൊലപാതകം നടത്തിയെന്നാണ് കേസ്. ആദ്യം ഉമ്മു സൽമയെയാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഇത് കണ്ടുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്ന 7 വയസ്സുകാരൻ ദിൽഷാദിനെയും ഇതേ രീതിയിൽ കൊലപ്പെടുത്തി. തുടർന്ന് മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പ്രതി ശ്രമിച്ചിരുന്നു. ഉമ്മു സൽമയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കസ്റ്റഡിയിലെടുത്ത പ്രതി സ്റ്റേഷനിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ താനൂർ കാട്ടിലങ്ങാടി ഏരിയ മുസ്ലിം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് കാട്ടിലങ്ങാടി ഏരിയ മുസ്ലിം കമ്മിറ്റി അനുമോദിച്ചത്. ചടങ്ങ് നഗരസഭാ ചെയർമാൻ PV ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഷംസുലിയിൽ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ രാധിക ശശികുമാർ, MM ബഷീർ, MK ഷഫീഖ്, MSF മുനിസിപ്പൽ സെക്രട്ടറി ഷഹീദ്, ഒലീൽ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. കേപുരം VR നായനാർ ഗ്രന്ഥാലയം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഗാന്ധി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കേപുരം VR നായനാർ ഗ്രന്ഥാലയം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. റീഡിംഗ് റൂമിന്റെ പ്രവർത്തനവും പുനരാരംഭിച്ചു. പ്രസിഡന്റ് C മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു. TV രാമകൃഷ്ണൻ, KV തങ്കം, VV സത്യാനന്ദൻ, T കൃഷ്ണരാജു, നുസൈബ, ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്രന്ഥശാല സെക്രട്ടറി TP രമേശ് സ്വാഗതവും TN നീന നന്ദിയും പറഞ്ഞു. LP UP വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ പ്രണവ് രഞ്ജിത്ത്, പാർവതി രഞ്ജിത്ത്, ഫെമിൻ, ഹൃദുൽ രാജ്, മുഹമ്മദ് സിനാൻ എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ഒരു ഇടവേള. എയർ നഗർ ബാങ്കിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നെന്ന് സർക്കാർ. ബാങ്ക് മുൻ സെക്രട്ടറി VK ഹരികുമാറിനടക്കം വ്യാജ അക്കൗണ്ടുകളിൽ നിക്ഷേപമുണ്ടെന്നും 2.5 കോടിയിലധികം രൂപയുടെ അനധികൃത വായ്പകൾ നൽകിയിട്ടുണ്ടെന്നും സഹകരണ മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. നിക്ഷേപങ്ങൾക്കുള്ള KYC മാനദണ്ഡങ്ങൾ മുഴുവൻ നിക്ഷേപങ്ങൾക്കും പാലിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇവരുടെ ടെലിഫോൺ നമ്പറോ ഐഡന്റിറ്റി തെളിയിക്കുന്ന മറ്റ് യാതൊരു രേഖകളോ ഹാജരാക്കാൻ ബാങ്ക് സെക്രട്ടറിക്ക് സാധിച്ചിട്ടില്ല. ഇപ്രകാരം പരിശോധനയിൽ കണ്ടെത്തിയ 257 കസ്റ്റമർ ഐഡിയിൽ പെട്ടവർക്ക് ബാങ്കിൽ അംഗത്വമുള്ളതായും കാണുന്നില്ല.
മുൻ സെക്രട്ടറി VK ഹരികുമാറിന് വ്യാജ SB അക്കൗണ്ടുകൾ ഉള്ളതായും പ്രസ്തുത അക്കൗണ്ടിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തി വരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒരാളുടെ പേരിൽ തന്നെ വിവിധ കസ്റ്റമർ ID ഉള്ളതായും കസ്റ്റമർ IDയിൽ വിവിധ അക്കൗണ്ടിൽ നിന്നും അനധികൃതമായി 2.66 കോടി രൂപ വായ്പ എടുത്തതായും ബാങ്കിലെ ജീവനക്കാരുടെ പേരിലും ബന്ധുക്കളുടെ പേരിലുമായി കോൾ ഡെപ്പോസിറ്റ്, സേവിംഗ് അക്കൗണ്ട് എന്നിവയിൽ അനധികൃത നിക്ഷേപങ്ങൾ നടത്തിയതായും ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്ത് നിയമാവലിക്ക് വിരുദ്ധമായി വായ്പ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. സർ, രണ്ടാമത്തെ ചോദ്യം നമ്മുടെ വളരെ നവീനമായ ഒരു ആശയമായിരുന്നു കഴിഞ്ഞ ധനാഭ്യർത്ഥന ചർച്ചാ വേളയിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് യുവജനങ്ങൾക്കായി 25 സഹകരണ സംഘങ്ങൾ തുടങ്ങുന്നതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് വലിയ സ്വീകാര്യത നേടിയ ഒന്നാണ്. എന്താണ് ഇപ്പോൾ ഇതിന്റെ സ്ഥിതി ഒന്ന് അങ്ങേക്ക് പറയാം. സർ, 25 എണ്ണം രൂപീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും 29 എണ്ണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിൽ വിവിധ രംഗത്ത് IT മേഖലയിലുള്ളവർ, സിനിമ, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം നിർമ്മാണം, സംഗീത മേഖലകളിൽ തൽപരർ, ഡിസൈൻ ആർട്ടിസ്റ്റ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിലും മറ്റ് വിവിധ വ്യാപാര മേഖലകളിലെല്ലാം ഇടപെടാൻ കഴിയുന്ന രൂപത്തിലും കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന നിലയിലുമെല്ലാം ഈ സംഘങ്ങൾ വൈവിധ്യങ്ങളായ പ്രോജക്റ്റുകളാണ് തന്നിട്ടുള്ളത്. ആ തരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സഹകരണ നിയമ വകുപ്പ് 57 വിരുദ്ധമായി നിക്ഷേപം നടത്തിയതായും വായ്പാ പലിശയിൽ നിയമാവലിക്ക് വിരുദ്ധമായി റീബേറ്റ് നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണ പണയ വായ്പയിൽ 44 ഗ്രാം കുറവുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. 4/11/2019 മുതൽ 26/6/2021 വരെയുള്ള കാലയളവിൽ വിവിധ കസ്റ്റമർ IDയിലെ വിലാസത്തിൽ തിരുത്തലുകൾ വരുത്തിയതായും ഈ തിരുത്തലുകൾ IDയിൽ നിന്നാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ നേരിൽ പരിശോധന നടത്തിയതിൽ ബാങ്കിന്റെ നിയമാവലിക്ക് വിരുദ്ധമായി വായ്പാ ഇടപാടുകളും കണ്ടെത്തി. ക്രമക്കേടുകൾക്ക് പിന്നിൽ മുൻ ബാങ്ക് സെക്രട്ടറി ഹരികുമാർ ഉൾപ്പെടെയുള്ളവരാണ്. അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനാൽ നിലവിൽ അന്വേഷണം നടക്കുന്നില്ലെന്നും സഹകരണ മന്ത്രി നിയമസഭയെ അറിയിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കുറ്റാരോപിതനായി വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആരംഭിച്ചു. സഹകരണ ബാങ്കിൽ 16 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സഹകരണ ബാങ്കുകളുടെ സേഫ്റ്റി വെയർ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി സഭയിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അപെക്സ് ബോഡി രൂപീകരണം സഹകരണ മേഖലയെ ദുർബലമാക്കുമെന്നും മന്ത്രി വാസൻ ആരോപിച്ചു. കേരയിൽ പദ്ധതി കേരളത്തെ തകർക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് അഭിപ്രായപ്പെട്ടു. കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ താനാളൂർ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ റാലിയും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാരിന്റെ പ്രഖ്യാപിത സിൽവർ ലൈൻ അർദ്ധ അതിവേഗ പാത കേരളത്തെ തകർക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് അഭിപ്രായപ്പെട്ടു. 20,000-ഓളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കേണ്ട ആവശ്യം കേരളത്തിനില്ല. പ്രഖ്യാപിത കേരളയിൽ സാധാരണക്കാരന് യാതൊരു പ്രയോജനവും ചെയ്യില്ല. അതിവേഗ യാത്ര ആവശ്യമുള്ളവർക്ക് നിലവിലുള്ള വിമാനത്താവളങ്ങളെ പ്രയോജനപ്പെടുത്തി ചെറിയ വിമാന സർവീസുകൾ ആരംഭിക്കണം. കേരളയിൽ പദ്ധതിയുടെ ചെലവിന്റെ 4/1 പോലും ഇതിന് ആവശ്യം വരുന്നില്ലെന്നും കേരളത്തെ ഭീകരമായ കടത്തിലാക്കുകയാണ് ചെയ്യുകയെന്നും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. പോയിട്ട് 2037 ചിലപ്പോൾ തീരില്ല. തീരുമ്പോൾ ഇതിന്റെ ബാധ്യത എന്ന് പറയുന്നത് 2 ലക്ഷം കോടിക്ക് മുകളിലായിരിക്കും എന്നതിൽ നമുക്ക് കഴിഞ്ഞ കാലത്തെ അനുഭവം നമ്മളെ പഠിപ്പിക്കുക. കഴിഞ്ഞ കാലത്തെ സർക്കാരിന്റെ പദ്ധതികളുടെ അനുഭവ സമ്പത്തിൽ നിന്നാണ് നമ്മളിത് പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ഇനി ജനങ്ങളോട് ബാധ്യതയുള്ള ഒരു സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അത് ജനങ്ങളുമായി സംവദിക്കണ്ടേ, ജനങ്ങളുമായി ചർച്ച ചെയ്യണ്ടേ? എന്താണ് ഈ പദ്ധതി, ആർക്കാണ് ഈ പദ്ധതിയെ കുറിച്ച് ജനങ്ങളുമായി സംവദിക്കാൻ ഒരു പരിസ്ഥിതി, ഇതിന് എത്രമാത്രം പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയെങ്കിൽ അതിന്റെ റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറുണ്ടോ സർക്കാർ? ലക്ഷക്കണക്കിന് ആളുകളുടെ വീടുകൾ എടുത്തെറിയപ്പെടുന്നു. നമ്മുടെ കേരളത്തെ 2ആയി വിഭജിക്കപ്പെടുന്നു. ഭൂഗർഭ റെയിലുകളും ആകാശപാതകളും കഴിച്ചാൽ ഈ 529 കിലോമീറ്റർ കാസർഗോഡ് നിന്ന് ഈ തിരുവനന്തപുരത്തേക്കുള്ള 539 കിലോമീറ്ററിൽ ബാക്കിയുള്ള 400 കിലോമീറ്ററും റെയിൽ പുതുതായിട്ട് നിർമ്മിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത്, വൈസ് പ്രസിഡന്റ് PC അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആബിദ ഫൈസൽ, താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ ബിബി, ഷബ്ന ആഷിഖ്, കുഞ്ഞിപ്പ, ജ്യോതി എന്നിവർ സംബന്ധിച്ചു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച ഗീതാ മാധവൻ, മുഹ്സിൻ ബാബു, കുഞ്ഞിപ്പോക്കർ, അഷ്റഫ് മാടമ്പാട്ട തുടങ്ങിയവർ സംസാരിച്ചു. വിവിൻ കുഞ്ഞാവഹാജി അധ്യക്ഷനായിരുന്നു. ജനകീയ സമിതി ജനറൽ കൺവീനർ PK പ്രബോഷ് മുഖ്യപ്രഭാഷണം നടത്തി. P അബ്ദുൽ കരീം സ്വാഗതവും മൻസൂർ അലി നന്ദിയും പറഞ്ഞു. അബ്ദുറഹ്മാൻ എന്ന കുഞ്ഞിപ്പ, ഷാജി കെ റസാഖ്, അഫ്സൽ വി, സൽമാൻ, മൻസൂർ NP, അബ്ദു, പ്രസാദ്, അൻവർ, ഇബ്രാഹിം കുട്ടി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി.
ഒട്ടേറെ കേസുകളിൽ പ്രതികളായ 3 യുവാക്കൾക്ക് ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി പോലീസ്. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം കാപ്പ പ്രകാരമാണ് നടപടി. അങ്ങാടിപ്പുറം വലമ്പൂർ സ്വദേശി മുഹമ്മദ് ആദിൽ, കാളികാവ് സ്വദേശി സുഹൈൽ, നിലമ്പൂർ ചക്കാലക്കുത്ത് സ്വദേശി ഷദാബ് എന്നിവർക്കാണ് പ്രവേശന വിലക്ക്. ഇവർക്ക് 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. അങ്ങാടിപ്പുറം വലമ്പൂർ പണിക്കർ കുന്നിൽ വീട്ടിൽ മുഹമ്മദ് ആദിൽ, കാളിക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്കോട് സ്വദേശി സുഫൈൽ, നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിലമ്പൂർ ചാക്കാലക്കുത്ത പട്ടാരക്കത്തെക്കിൻ വീട്ടിൽ ഷദാബ് എന്നിവർക്കാണ് പ്രവേശന വിലക്ക്. ആദിലിനെതിരെ പെരിന്തൽമണ്ണ മങ്കട പോലീസ് സ്റ്റേഷനിൽ പരാതികളിൽ കേസുണ്ട്. നിലമ്പൂർ സ്റ്റേഷൻ പരിധിയിൽ ഷദാബിനെതിരെ 2015 മുതൽ 7 കേസുകളാണുള്ളത്. 2020 കൂടുതൽ കേസുകളും ചാർജ് ചെയ്തത്. മമ്പാട് ഒരു വീട്ടിൽ കയറി സ്ത്രീയെയും മകനെയും മർദ്ദിച്ച ഭീഷണിപ്പെടുത്തിയ കേസ്, മധു എന്നയാളെ കാറിൽ നിന്നിറങ്ങി ആക്രമിച്ച കേസ്, യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് തുടങ്ങിയവയാണ് ഇയാൾക്കെതിരെയുള്ളത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രണയം നടിച്ചും മൊബൈൽ ഫോണും മിഠായിയും പാരിതോഷികമായി നൽകി വശീകരിച്ചും നിരന്തരം ഫോണിലൂടെ അശ്ലീലം സംസാരിച്ചും കുട്ടികളെ വശത്താക്കിയതിനും തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതിനും കാളിക്കാവ് പോലീസ് സ്റ്റേഷൻ 3 കേസുകളിൽ സുഫൈൽ ഉൾപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ മേഖലാ DIG-യാണ് 1 വർഷത്തേക്ക് 3 പേർക്കും വിലക്ക് ഏർപ്പെടുത്തിയത്. ഇവർക്ക് ജില്ലയിൽ പ്രവേശിക്കണമെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി വേണം. ജില്ലയിൽ സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുത്തുന്നവരെ നിരീക്ഷിച്ചു വരികയാണെന്നും ഇവർക്കെതിരെ കാപ്പ നിയമം നടപ്പാക്കാൻ ഉത്തരവ് നൽകുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് ഇന്ന് 9735 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 93,202 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 151 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 25,677 ആയി. സംസ്ഥാനത്ത് നിന്ന് 9735 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ 1367, തിരുവനന്തപുരം 1156, എറണാകുളം 1099, കോട്ടയം 806, പാലക്കാട് 768, കൊല്ലം 755, കോഴിക്കോട് 688, മലപ്പുറം 686, കണ്ണൂർ 563, ആലപ്പുഴ 519, പത്തനംതിട്ട 514, ഇടുക്കി 304, വയനാട് 290, കാസർഗോഡ് 150 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 93,202 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 151 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 25,677 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 36 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 9,101 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 529 പേരുടെ സമ്പർക്കോറവിടം വ്യക്തമല്ല. 69 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. ജില്ലയിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആരോഗ്യ ജാഗ്രത ഫലം കാണുന്നു. തുടർച്ചയായ 4ാം ദിവസവും ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1000-ന് താഴെയാണ്. ചൊവ്വാഴ്ച 686 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 8.19% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആരോഗ്യ ജാഗ്രതാ ഫലം കാണുന്നുണ്ട്. തുടർച്ചയായ 4ാം ദിവസവും ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1000-ന് താഴെയാണ്. ചൊവ്വാഴ്ച 686 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 8.19% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 666 പേർക്കും നേരത്തെ കോവിഡ് ബാധിതരുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധയുണ്ടായത്. അതേസമയം 1293 പേർ ചൊവ്വാഴ്ച മാത്രം കോവിഡ് മുക്തരായിട്ടുണ്ട്. ഇതോടെ ജില്ലയിൽ ഇതുവരെ കോവിഡ് മുക്തരായവർ 5,41,332 പേരാണ്. 41,437 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ചൊവ്വാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 15 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 5 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനൂർ ദേവദാർ മേൽപ്പാലത്തിന് മുകളിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു. വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി മുനീറാണ് മരിച്ചത്. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഇയാളെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനിടെയാണ് പുറത്തെടുത്തത്. KT ജലീൽ MLAക്ക് വാട്സാപ്പിൽ വധഭീഷണി സന്ദേശം. അജ്ഞാത നമ്പറിൽ നിന്നാണ് സന്ദേശം എത്തിയത്. കയർ കെട്ടാതെ അറുത്താൽ വീഴുന്ന പോത്തിനെ പോലെയായിരിക്കും മരണമെന്ന സന്ദേശം. ഭീഷണിക്കെതിരെ അധികൃതർക്ക് പരാതി നൽകി. പൂർണ്ണ ഗർഭിണിയായ യുവതിയെയും മകനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരൻ. കാടാമ്പുഴ സ്വദേശിനിയായ ഉമ്മു സൽമയും മകൻ ദിൽഷാദും കൊല്ലപ്പെട്ട കേസിൽ പ്രതി ഷെരീഫിനെതിരെ ബുധനാഴ്ച ശിക്ഷ വിധിക്കും. സംസ്ഥാനത്ത് ഇന്ന് 9,735 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആരോഗ്യ ജാഗ്രതാ ഫലം കാണുന്നു. തുടർച്ചയായ 4ാം ദിവസവും ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1000-ന് താഴെ. ചൊവ്വാഴ്ച 686 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.